ബിഗ് ബോസ് സീസൺ 6ന്റെ ഗ്രാൻഡ് ലോഞ്ച് ഫെബ്രുവരി 25 ആണെന്നുള്ള കാര്യം നമ്മളെല്ലാവരും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അതിനകത്ത് ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്. നൈസായിട്ട് പണിപാളി എന്ന് തന്നെ പറയാം. ലാലേട്ടൻ്റെ ഷെഡ്യൂൾ പ്രശ്നമാകുമെന്ന് ഇതിനു മുന്നത്തെ ഒരുപാട് വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിഗ് ബോസിൻ്റെ പ്രൊമോ ഷൂട്ടിംഗ് വരെ ഇപ്പോഴാണ്, ഈ അടുത്താണ് ഏകദേശം അവസാനിച്ചിട്ടുള്ളത്. എന്നാലും എല്ലാ പ്രൊമോയും കാര്യങ്ങളും അല്ല, ലാലേട്ടൻ്റെ ഫസ്റ്റ് ലുക്ക് പ്രൊമോ മാത്രമാണ് ഇപ്പോൾ ഷൂട്ട് ചെയ്ത് അവസാനിച്ചിരിക്കുന്നത്. ഇനിയും ലാലേട്ടൻ്റെ മറ്റേ കൗണ്ട് ഡൗൺ പ്രൊമോ, അത്തരത്തിലുള്ള ഒരുപാട് പ്രൊമോസ് ഇനിയും ഷൂട്ടിങ്ങിന് കിടക്കുകയാണ്. ഈ ഒരു സമയത്ത് ലാലേട്ടൻ്റെ ഷെഡ്യൂൾ നല്ല രീതിയിൽ കട്ടിയായിട്ടിരിപ്പുണ്ട്. ലാലേട്ടൻ്റെ പുതിയ സിനിമ ഫെബ്രുവരി 25 തന്നെ അത് റിലീസാവാണ്. അതിലുപരി ലാലേട്ടനോട് സംവിധായകനാവാൻ പോകുന്നു. പിന്നീട് നമ്മുടെ എമ്പുരാൻ, എല്ലാവരും കാത്തിരിക്കുന്ന ലൂസിഫർ 2 എമ്പുരാൻ്റെ ഷൂട്ടിങ്, അതും UK വെച്ചിട്ട് ഭയങ്കര കടുകട്ടി ഷെഡ്യൂളാണ് ഇപ്പോൾ ലാലേട്ടൻ്റെ. അപ്പോൾ ലാലേട്ടൻ തീർച്ചയായിട്ടും ഫെബ്രുവരി 25 ആ ഒരു സമയത്ത് ഇവിടെ നമ്മുടെ കേരളത്തിൽ ഉണ്ടാവില്ല എന്ന് തന്നെയാണ് ഏകദേശം ഉറപ്പായൊരു കാര്യം തന്നെയാണ്. നമ്മുടെ മലൈക്കോട്ടെ വാലിബൻ ഫെബ്രുവരി 25 റിലീസാവാണ്. അതിനുശേഷം ലാലേട്ടൻ എന്താണ്, അടുത്ത ഫ്ലൈറ്റിൽ തന്നെ UK എമ്പുരാൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പോകും. UK എമ്പുരാൻ്റെ ഷൂട്ടിങ്ങിന് വേണ്ടി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഫെബ്രുവരി 28 ഫെബ്രുവരി 27 ആ ഒരു സമയമാകുമ്പോഴേക്കും ലാലേട്ടൻ ഇവിടെ എത്തുള്ളൂ. അപ്പോൾ ഫെബ്രുവരി 25 ലാലേട്ടൻ ഇല്ലാതെ എന്തായാലും ഷോ മുന്നോട്ട് പോവില്ല. അപ്പോൾ എന്തായാലും ഗ്രാൻഡ് ലോഞ്ച് മാറ്റി വെക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. മാർച്ച് 3 ആയിരിക്കും ഇനി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക. ലാലേട്ടൻ ഫെബ്രുവരി 28 വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പ്രമോയും കാര്യങ്ങളൊക്കെ ഷടപടയെന്ന് പെട്ടെന്ന് തീർത്ത് കാര്യങ്ങളൊക്കെ ഭയങ്കര സ്പീഡപ്പ് ആയിരിക്കുള്ളൂ. അപ്പോൾ മാർച്ച് 3 അല്ലെങ്കിൽ മാർച്ച് 9 ഈ 2 ഞായറാഴ്ചകളിൽ ഏതെങ്കിലും ഒരു ഞായറാഴ്ച നമുക്ക് പ്രതീക്ഷിക്കാം. ഇനിയിപ്പോൾ ഫെബ്രുവരി 25 തന്നെ വന്നെന്ന് വെച്ചോ, ഇപ്പം നമുക്ക് ഒരു കാര്യവും 100% ഷുവർ പറയാൻ പറ്റില്ല. കാരണം ബിഗ് ബോസ് എപ്പോഴും അൺപ്രഡിക്റ്റബിൾ ആണ്, പ്രവചനാതീതമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നമുക്ക് 100% ഉറപ്പ് പറയാൻ പറ്റില്ല. പക്ഷേ ലാലേട്ടൻ്റെ ഷെഡ്യൂൾ കടുകട്ടി ആയിരിക്കുമെന്നുള്ള കാര്യം നമ്മൾ ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ലാലേട്ടൻ എല്ലാം ഏറ്റെടുത്തിട്ടുണ്ട്. ബിഗ് ബോസിൻ്റെ പരിപാടി, ലൂസിഫർ, പിന്നെ എന്താണ് നമ്മുടെ ബാരോസ്, ലാലേട്ടൻ സംവിധായകനാവാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ അങ്ങനെ ഒരുപാട് ഫിലിംസ് ലാലേട്ടൻ 2024 കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഷെഡ്യൂൾ ഭയങ്കര കട്ടിയാവുകയും ചെയ്യും. പിന്നീട് എന്താണ് ഞാൻ ഇതിനു മുന്നത്തെ വീഡിയോസിലും ഒരുപാടധികം വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാലേട്ടൻ ചിലപ്പോൾ കുറേ ഷോകൾ ഹോസ്റ്റ് ചെയ്യുന്നത് എന്താണ് ഇത് ഓൺലൈനിൽ കൂടെ ആയിരിക്കുമെന്ന്. നമ്മുടെ ബിഗ് ബോസ് സീസൺ 5 കുറച്ച് ഷോകൾ ലാലേട്ടൻ അങ്ങനെ ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹോസ്റ്റിങ്ങിലും ചിലപ്പോൾ വ്യത്യാസം വരും. എല്ലാ ഞായറാഴ്ച ലാലേട്ടനെ ആ ഒരു വേദിയിൽ തന്നെ കാണാൻ പറ്റുമെന്നും ഉറപ്പില്ല. ഇപ്പോൾ ലാലേട്ടൻ മാറുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഈ ഒരു കാരണങ്ങൾ കൊണ്ടാണ്. ലാലേട്ടൻ്റെ ഷെഡ്യൂൾ അത്രയും കടുകട്ടി ആയതുകൊണ്ടാണ് ലാലേട്ടൻ മാറുന്ന രീതിയിൽ. ലാലേട്ടൻ ഒഫീഷ്യലി പറഞ്ഞെന്നല്ല, എന്നാലും ഒരുപാടധികം ചാനലുകൾ മോഹൻലാൽ മാറുന്നു, ബിഗ് ബോസിൻ്റെ ഹോസ്റ്റിൽ നിന്ന് ലാലേട്ടൻ മാറുന്നു, നമ്മുടെ സുരേഷ് ഗോപി സാറ്, പൃഥ്വിരാജ് ഒക്കെ വരുമെന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒന്നും വരില്ല, അതിനൊന്നും ഒരു ചാൻസും ഇല്ല. ലാലേട്ടൻ്റെ താല്പര്യപ്രകാരം എപ്പോൾ ഞാനിത് അവസാനിപ്പിക്കുന്നു ആ ഒരു സമയത്ത് മാത്രമേ ഇതിൽ നിന്ന് എന്തായാലും മാറുള്ളൂ. അപ്പോൾ അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഒരുപാടധികം എപ്പിസോഡ്സ് ലാലേട്ടൻ എന്താണ് ഈ ഓൺലൈനായിട്ട് ഹോസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. കാരണം ഈ പറഞ്ഞ പോലെ തന്നെ ലാലേട്ടൻ എത്തിച്ചേരാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു സമയമാണിത്. എമ്പുരാൻ്റെ ഷൂട്ടിങ്ങാണ് മെയിനായിട്ട്. ഇപ്പോൾ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന നമ്മുടെ ലൂസിഫർ 2 അതിൻ്റെ ഷൂട്ടിങ് UK ഭൂരിഭാഗവും UK തന്നെയാണ് അത് ചിത്രീകരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ള പ്രശ്നം ലാലേട്ടൻ ഉണ്ടാകും, പോകാനും പിന്നീട് ബിഗ് ബോസിൻ്റെ ഹോസ്റ്റ് ചെയ്യാനായിട്ട് കേരളത്തിലേക്ക് വീണ്ടും വരാൻ, അങ്ങനെ പ്രശ്നമുണ്ടാവും. തീർച്ചയായിട്ടും ഷെഡ്യൂളിൽ ഭയങ്കര കടുകട്ടിയായിട്ട് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ബിഗ് ബോസിൻ്റെ എന്താണ് അപ്ഡേറ്റ് ഇപ്പം ഇത്രയും കിട്ടിയിട്ടുള്ളൂ നമുക്ക്. ഇനിയിപ്പോൾ പ്രൊമോയും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് അവസാനിച്ചിട്ടില്ല. എല്ലാത്തിനും കുറച്ച് സമയം വേണം. കാരണം ഷടപടയെന്ന് തീരുമെങ്കിലും എന്നാലും അത് മോശമായി പോകരുതല്ലോ. അപ്പോൾ അവർക്ക് അത്യാവശ്യത്തിന് കുറച്ച് സമയം കിട്ടണം. അപ്പോൾ പ്രൊമോയും കാര്യങ്ങളും എല്ലാം ചെയ്ത് തീർക്കാനായിട്ട് ഒരു മാർച്ച് 9 അല്ലെങ്കിൽ മാർച്ച് 3 വരെയും സമയം എടുക്കുമെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ 2 വന്നതുപോലെ ആവാനായിട്ട് ചാൻസ് ഉണ്ട്. ഏകദേശം ഒക്ടോബർ തീർന്ന സമയത്ത്, ഒക്ടോബറിന് മുന്നായിട്ട് പ്രൊമോ കാര്യങ്ങളൊക്കെ വന്നിട്ട് ജനുവരിയിലാണ് സീസൺ സ്റ്റാർട്ട് ചെയ്തത്. അത്തരത്തിലാവാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ അന്ന് കോവിഡിൻ്റെ ആ ഒരു കാര്യമാണെന്ന് പറയാം. ഇന്ന് ഇപ്പോൾ ലാലേട്ടൻ്റെ ഷെഡ്യൂളാണ് പ്രശ്നം. അപ്പോൾ പുതിയ അപ്ഡേറ്റ് കിട്ടുമെന്ന് നമുക്ക് നോക്കാം. ഏകദേശം ഫെബ്രുവരി 25 തന്നെ വരികയാണെങ്കിൽ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന അന്നാണല്ലോ, അന്ന് തന്നെ വരട്ടെ എന്നാണ് ആഗ്രഹം.
പക്ഷേ ലാലേട്ടൻ്റെ ഷെഡ്യൂൾ, ലാലേട്ടൻ ഇല്ലാതെ എന്തായാലും ഷോ മുന്നോട്ട് ഓടില്ല. ലാലേട്ടനാണ് അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ പിന്നെ ലാലേട്ടൻ ഇല്ലാണ്ട് ചെയ്ത് കഴിഞ്ഞാലും അത് ശരിയാവില്ല. ഇപ്പോൾ ലാലേട്ടൻ ഇല്ലാതെ ആളുകളെ ഉള്ളിലേക്ക് കയറ്റി വിട്ടാലും ഇപ്പോൾ മറ്റൊരു ഹോസ്റ്റിനെ വെച്ചിട്ട് ആ ഒരു പരിപാടി കൊണ്ടുപോയാലും അത്ര സുഖത്തിലേക്ക് എത്തില്ല ആ ഒരു ഗ്രാൻഡ് ലോഞ്ച് എന്ന് പറയുന്നത്. ലാലേട്ടൻ ഉണ്ടെങ്കിൽ അതൊരു 100% പൂർത്തിയിലേക്ക് വരുള്ളൂ. അപ്പോൾ ലാലേട്ടൻ വന്നിട്ട് മതി എന്ന് തന്നെയാണ് എല്ലാവർക്കും ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആവട്ടെ. ഫെബ്രുവരി 25 തന്നെ വരട്ടെ. എന്തായാലും മാർച്ച് 3, 9 വരെയൊക്കെ പോകാനായിട്ട് ചാൻസ് ഉണ്ട്. അത്രയും കടുകട്ടി പ്രശ്നത്തിലാണ് ലാലേട്ടൻ നിൽക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. പിന്നെ നമ്മുടെ പ്രൊഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്രൊഡിക്ഷൻ ലിസ്റ്റ് ഒരുപാട് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ച് കൺഫർമേഷൻ ലിസ്റ്റിലേക്ക് പോകണം. എന്നാലും 100% കൺഫേംഡ് ഒന്നും ആരുടെയും കാര്യത്തിൽ പറയാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റ, ബൈ ബൈ, താങ്ക് യു.